തിരുവനന്തപുരം മുതലപ്പുഴയിൽ അപകടത്തിൽ കാണാതായ മത്സ്യത്തൊഴിലാളികളെ കണ്ടെത്താനായില്ല. രക്ഷാപ്രവർത്തനത്തിന് സർക്കാർ നേവിയുടെ സഹായം തേടി. ഉയർന്ന തിരമാലയും കടലാക്രമണവും കാരണം രക്ഷാപ്രവർത്തനം ദുഷ്കരമായിരുന്നു. തെരച്ചിലിനായുള്ള സഹായം വേഗത്തിലെത്തിക്കാനുള്ള ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് സ്ഥലത്തെത്തിയ MLA രമ്യ ഹരിദാസ് പറഞ്ഞു. കടൽ പ്രക്ഷുബ്ധമായതിനാൽ ഉള്ളിലോട്ട് പോയി തെരച്ചിൽ നടത്താൻ കഴിയുന്നില്ലെന്നും MLA പറഞ്ഞു. രക്ഷാപ്രവർത്തനം വൈകുന്നതിൽ പ്രദേശത്ത് പ്രതിഷേധം രൂക്ഷമാണ്. മുതലപ്പുഴയിൽ നിന്ന് സനിസയാണ് ചേരുന്നത്. സനിസ, ഇതിപ്പോൾ അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണോ? ഈ രക്ഷാപ്രവർത്തനം നടത്തുവാൻ വൈകുന്നതിലുള്ള അമർഷത്തിലാണോ അവിടെയുള്ളവർ? എന്താണ് നൽകുന്നത്? നേരത്തെ ഹെലികോപ്റ്റർ അടക്കം അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ടെന്നും വിഴിഞ്ഞത്ത് നിന്ന് ബോട്ടുകൾ പുറപ്പെട്ടിട്ടുണ്ട് എന്നും അടക്കമുള്ള വിവരങ്ങളായിരുന്നല്ലോ ഉണ്ടായിരുന്നത്. ഇപ്പോഴെന്താണ് സ്ഥിതി? തെരച്ചിൽ ഇപ്പോൾ നടത്തുന്നില്ലേ? കടൽ പ്രക്ഷുബ്ധമാണോ? ഷാമിലി, ഇവിടെ വലിയ തരത്തിൽ പ്രതിഷേധം കനക്കുന്ന ഒരു സാഹചര്യമാണ്. ഇന്നലെ വൈകുന്നേരമാണ് ഇവരെ കാണാതായത്. പ്രീമോൺ, ഷിജിൻ എന്നീ 2 മത്സ്യത്തൊഴിലാളികളെ ഇന്നലെ ഉയർന്ന തിരമാലയും കടലാക്രമണത്തെയും തുടർന്ന് കാണാതാവുകയായിരുന്നു. വള്ളം മറിഞ്ഞാണ് ഈ ഒരു അപകടം ഉണ്ടാകുന്നത്. ഇവർ പറയുന്നത് കടലിലേക്കല്ല, കല്ലിലോട് പിടിച്ച് അവർ രക്ഷപ്പെടാൻ വേണ്ടി അവർ വിളിച്ചിരുന്നു. 4 പേര് ഈ സംഘത്തിൽ മറ്റുള്ളവർ രക്ഷപ്പെട്ടിരുന്നു എന്നൊക്കെയാണ് ഈ കുടുംബാംഗങ്ങൾ പറയുന്നത്. കുടുംബാംഗങ്ങളും അതുപോലെ തന്നെ നാട്ടുകാരും ഇവിടെ പ്രതിഷേധത്തിലാണ്. ഇവിടെ മറൈൻ എൻഫോഴ്സ്മെന്റിന്റെ കപ്പൽ വിഴിഞ്ഞത്ത് നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട് രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി. കൂടാതെ തന്നെ രക്ഷാപ്രവർത്തനത്തിന് സർക്കാർ നേവിയുടെ സഹായം തേടിയിട്ടുണ്ട്. എന്നാൽ മോശം കാലാവസ്ഥയെ തുടർന്ന് ഈ കപ്പലിനോ അല്ലെങ്കിൽ നേവിക്ക് ഇടപെടാൻ കഴിയുന്നില്ല. മോശം കാലാവസ്ഥയായതുകൊണ്ട് തന്നെ അവർക്ക് ഫ്ലൈ ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. മറൈൻ എൻഫോഴ്സ്മെന്റ് കപ്പലിനും ഈ സ്പീഡിൽ ഇങ്ങോട്ടേക്ക് എത്താൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. ഇവിടെയാണെങ്കിൽ വലിയ തരത്തിൽ ഇന്നലെ വൈകുന്നേരം മുതൽ ഈ കുടുംബാംഗങ്ങളും ഒക്കെ ഇവിടെ കൂടി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ചേച്ചി, ഇന്നലെ വൈകുന്നേരം മുതൽ ഇവിടെ തിരച്ചിൽ ഇല്ലാത്ത ഒരു സാഹചര്യമാണ് അല്ലേ? ഇതിനകത്ത് യാതൊരുവിധ നടപടി ഇതേവരെ ഉണ്ടായിട്ടില്ല. ഇവര് ഇന്നലെ രാത്രി 8:30 കൂടിയാണ് സംഭവം ഉണ്ടായത്. ആ സംഭവ സമയത്ത് തന്നെ ഇവര് പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ കൃത്യമായിട്ട് ആൾക്കാരെ രക്ഷിക്കാൻ കഴിയുമായിരുന്നു. അതാണ് ഉണ്ടാവാതെ പോയത്. ഷാമിലി, ഇവിടെ സംഘർഷം കനക്കുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പോൾ വലിയ തരത്തിൽ ഇവർ അക്രമാസക്തരാവുന്ന ഒരു സാഹചര്യമാണ്. കാരണം ഇന്നലെ വൈകുന്നേരം മുതൽ ഇവിടെ നിന്ന് ഈ തെരച്ചിൽ, ഈ അപകടം നടന്നതിന് ശേഷം കോസ്റ്റൽ ഗാർഡിന്റെയും കോസ്റ്റൽ പോലീസിന്റെയും പക്കൽ നിന്ന് തെരച്ചിൽ ഉണ്ടായില്ല എന്നതിലാണ് ഇപ്പോൾ വലിയ തരത്തിൽ പ്രതിഷേധം കനക്കുന്ന ഒരു സാഹചര്യമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കേറ്റവും ഒക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം. ഇത്തരത്തിൽ പോലീസ് സ്റ്റേഷൻ ഇവിടെ ആവശ്യമില്ല എന്നാണ് ഇവർ പറയുന്നത്. കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ ഇവിടെ ആവശ്യമില്ല. കാരണം 2 പേർ ഇന്നലെ വൈകുന്നേരം കാണാതായതാണ്. ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതിനുവേണ്ടി പോലീസിന്റെ പക്കൽ നിന്നും യാതൊരു തരത്തിലുള്ള നടപടിയും ഉണ്ടായിട്ടില്ല. ഫിഷറീസ് മന്ത്രി അതുപോലെ തന്നെ MLA ഇവരൊക്കെ മറുപടി പറയണമെന്നാണ് പറയുന്നത്. ഇപ്പോൾ സർക്കാർ ഇടപെട്ട് നേവിയെയും മറ്റ് മറൈൻ കപ്പലിനെയും ഒക്കെ എത്തിക്കാൻ ശ്രമിച്ചെങ്കിലും അതൊന്നും ഇതുവരെ പ്രാവർത്തികമായിട്ടില്ല എന്നാണ് ഇവർ പറയുന്നത്. കൂടാതെ തന്നെ പോലീസ് പറയുന്നത് ഇവർക്ക് മുൻപേ തന്നെ ഇങ്ങനെ മോശം കാലാവസ്ഥയാണ്, കടലിൽ പോകരുതെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നാണ്. എന്നാൽ ഇവിടുത്തെ ജനപ്രതിനിധികൾ തന്നെ പറയുന്നു അങ്ങനെയുള്ള ഒരു നിർദ്ദേശം ലഭിച്ചിട്ടില്ല എന്നാണ്. കൂടാതെ തന്നെ ഈ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ട് ഇവർക്ക് എത്രയും പെട്ടെന്ന് ഇവരെ കണ്ടെത്താൻ കഴിയുന്നില്ല എന്നത് കോസ്റ്റൽ പോലീസ് വ്യക്തമാക്കുന്നത് മോശം കാലാവസ്ഥയാണ്, കടലാക്രമണവും അതുപോലെ തന്നെ ഉയർന്ന തിരമാലയും ഉള്ള ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ കടലിലേക്ക് അടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. ഇവരെ പൊഴി മുറിച്ച് അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. വലിയ തരത്തിലുള്ള സംഘർഷാവസ്ഥയുണ്ട്. ഇപ്പോൾ ഷിജിലിന്റെ ഭാര്യ ഇന്നലെ വൈകുന്നേരം മുതൽ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇവിടെ അത്തരത്തിൽ വലിയ തരത്തിൽ ഇവിടെ സംഘർഷാവസ്ഥ തുടരുന്ന ഒരു സാഹചര്യമാണ്. ഈ ജനപ്രതിനിധികൾക്ക് പോലും യാതൊരു വിധത്തിലുള്ള മുന്നറിയിപ്പും ലഭിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. ഇവിടെ കടലിൽ പോകാൻ പാടില്ല എന്ന് കോസ്റ്റൽ പോലീസ് ഈ മത്സ്യത്തൊഴിലാളികളോട് പറഞ്ഞില്ല എന്നാണ് പറയുന്നത്. എന്നാൽ പോലീസ് ഈ വാദങ്ങൾ തള്ളുന്നുണ്ട്. പോലീസ് ഇത് കടലിലേക്ക് പോകാൻ പാടില്ല എന്നിവരോട് പറഞ്ഞതായിട്ടാണ് പറയുന്നത്. ഇങ്ങനെ ഒരു പോലീസ് സ്റ്റേഷൻ ഇവിടെ വേണ്ട, ആവശ്യമില്ല എന്ന തരത്തിലുള്ള വളരെ സംഘർഷ
അരക്ഷിതാവസ്ഥ നിറഞ്ഞ ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. പോലീസ് സ്റ്റേഷനിലേക്ക് വലിയ തരത്തിൽ ഉപരോധം സൃഷ്ടിക്കുന്നതാണ്. ദൃശ്യങ്ങളിലൂടെ തന്നെ വ്യക്തമാണ്. ഇത്രയും സമയമായിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞിട്ട് പോലും എന്തുകൊണ്ട് ഇവരെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഇവർ കടലിലേക്കല്ല കരയിലേക്കാണ് വീണത്. അതിൽ നിന്ന് 2 പേർ കടൽ ഭിത്തികളിൽ പിടിച്ചുകൊണ്ട് രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇവരെ രക്ഷിക്കാൻ എന്തുകൊണ്ട് കഴിഞ്ഞില്ല. ഇവർ ഈ വള്ളങ്ങളിൽ ഉണ്ടായിരുന്നവർ ഇവിടെ കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിൽ വന്ന് പറഞ്ഞിട്ട് പോലും കോസ്റ്റൽ പോലീസ് കടലിലേക്ക് ഇറങ്ങാൻ കഴിയില്ല എന്ന് ഇവരോട് പറഞ്ഞു. പിന്നെ എന്തിനാണ് കോസ്റ്റൽ പോലീസ് കോസ്റ്റൽ ഗാർഡും എന്നാണ് മത്സ്യത്തൊഴിലാളികൾ ചോദിക്കുന്നത്. കുറ്റാക്കൂരി ഇരുട്ടുള്ള സമയത്തായിരുന്നു, ഒരു വെളിച്ചം പോലും ഉണ്ടായിരുന്നില്ല എന്നൊക്കെയാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. യാതൊരു തരത്തിലും പോലീസിൽ നിന്നും ഇടപെടൽ ഉണ്ടായില്ല എന്നാണ് പറയുന്നത്. എന്നാൽ പോലീസ് പറയുന്നത് മുൻപേ തന്നെ നിർദ്ദേശം നൽകിയിരുന്നു. കടൽ അത്രയും രൂക്ഷമാണ്. ആ ഒരു സാഹചര്യത്തിൽ കടലിലേക്ക് പൊഴി മുറിച്ച് മത്സ്യത്തൊഴിലാളികളുമായിട്ട് പ്രാദേശികമായിട്ടുള്ള അവരുമായി തിരച്ചിൽ നടത്താൻ കഴിയാത്ത സാഹചര്യമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. എല്ലാവർക്കും വേദനയും പ്രയാസവും ഉള്ളതാണ്. മുതലപ്പുഴയിൽ രക്ഷാപ്രവർത്തനം വൈകുന്നതിൽ വലിയ അമർഷമാണ് ഉണ്ടാകുന്നത്.